ചോദിച്ചോളെ. കമ്മ്യൂണൽ പോളറൈസേഷൻ ടേക്ക് ഇറ്റ് ഫ്രം മീ. യാതൊരു കാരണവശാലും ആര് വിചാരിച്ചാലും ഇന്ത്യ രാജ്യത്ത് ഉണ്ടാക്കാൻ സാധിക്കൂല. കേരളം അതിലേറ്റവും അതുണ്ടാക്കാൻ കഴിയാത്തൊരു സംസ്ഥാനം. എന്താ കാരണം എന്ന് വെച്ചാൽ നമ്മളൊരു കൾച്ചർ, അതാണ് നമ്മുടെ കൾച്ചർ. മനസ്സിലായോ? അല്ലെങ്കിൽ ഇവിടെ എങ്ങനെ ഇസ്ലാം മതം വരുന്ന, എങ്ങനെ ക്രിസ്തുമതം വരുന്ന ഇന്ത്യയിൽ? AD 52 സെന്റ് തോമസ് വന്നു അല്ലേ? അന്ന് എല്ലാവരും ഹിന്ദുക്കളല്ലേ? ഇവിടെ ആരാ മുസ്ലിം? ഇവിടെ അല്ല കേട്ടോ, ഇന്ത്യയിൽ. അയ്യോ ഞാൻ കേരള ആയിരിച്ചിട്ടാ പറയുന്നത്. ഇന്ത്യയിൽ ആരാ മുസ്ലിം, ആരാ ക്രിസ്ത്യാനി? AD 52 സെന്റ് തോമസ് വന്നു. അന്ന് ഹിന്ദു രാജാക്കന്മാരല്ലേ സ്വീകരിച്ചിരുത്തിയത്? അവരല്ലേ കൺവെർഷനിൽ സൗകര്യം ചെയ്തു കൊടുത്തത്? അങ്ങനല്ലേ ക്രിസ്തു മതം ഉണ്ടായത്? അന്നല്ലേ 7.5 കുരിശു വെക്കാൻ സമ്മതിച്ചത്? അങ്ങനല്ലേ ക്രിസ്ത്യാനി ഉണ്ടായത്? അത് കഴിഞ്ഞു 8-ാം നൂറ്റാണ്ടിലല്ലേ അറബികൾ വരുന്നത്? അന്ന് ഇവിടെ ഒരാൾ മുസ്ലിം ഉണ്ടോ ഇന്ത്യയിൽ? ആ അറബികളെ സ്വീകരിച്ചതാരാ? ഹിന്ദു രാജാക്കന്മാർ, നമ്മളെ സാമൂതിരിപ്പാടിനെ പോലത്തെ ആളുകൾ. അവരെ കുടിയിരുത്തി പ്രത്യേക സ്ഥാനപ്പേര് കൊടുത്തു, കൺവെർട്ട് ചെയ്യാനുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തു. പല മുസ്ലിം ഹിന്ദു അമ്പലം പള്ളിയായില്ലേ? പല ഹിന്ദു അമ്പലം ചർച്ചായില്ലേ? എന്താ കാരണം? ഹിന്ദുമതം ഈ പറയുന്ന രൂപത്തിലുള്ളൊരു മതമല്ല. ഹിന്ദുമതം സഹിഷ്ണുതന്റെ മത. ഹിന്ദുമതം ഇസ്ലാം മതം പോലെ ക്രിസ്തു മതം പോലെയുള്ളൊരു മതമല്ല. അങ്ങനെ ആയിരുന്നെങ്കിൽ അവിടെ ഒരു മുസ്ലിമും വരൂല, ഒരു ക്രിസ്ത്യാനിയും വരൂല. അവിടെ ഹിന്ദു മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോ ലോകത്തിൽ ബാക്കിയുള്ള രാജ്യങ്ങളിലൊന്നും കാണാത്ത ഒരു കൾച്ചറുള്ള രാജ്യമാണ് ഇന്ത്യ രാജ്യം. അത് മാറ്റാൻ ഒരു ശക്തിക്കും സാധിക്കൂല. ചിലർക്ക് ഇങ്ങനെ ചില പ്രോബ്ലം ഉണ്ടാക്കാം എന്നല്ലാതെ മറ്റോ. താങ്കളെ പേരെന്താ? എൻ്റെ പേര് ആര്യാട മുഹമ്മദ്. നമ്മളെ വാപ്പാന്റെ 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 വാപ്പ ആരാ? ഹിന്ദു. അല്ലാതെ അതൊന്നും ഇല്ലല്ലോ. ക്രിസ്ത്യൻ ഔസേപ്പ് ജോസഫിന്റെ ആരാ? ഹിന്ദു. അപ്പോ ആ ഒരു കൾച്ചർ നമുക്കുണ്ട്. അത് ഒരു ഹിന്ദുമതം എന്ന് പറയുന്നത് അദ്ദേഹം പറഞ്ഞ് അത് ഒരു കൾച്ചറാണ്, അതൊരു വേ ഓഫ് ലൈഫാ, ഒരു സംസ്കാര, ഒരു ജീവിത രീതിയാണ്. ആ കൾച്ചറും ജീവിത രീതി ഇന്നും ഉണ്ട് അവിടെ. അതിൽ നിന്നാണ് ഹിന്ദുക്കളും അല്ല ക്രിസ്ത്യാനിയും മുസ്ലിമും ഒക്കെ ഉള്ളത്. അറിഞ്ഞപ്പോ 4 തീവ്രവാദി വിളിച്ചിട്ട് മാറ്റാൻ നോക്കിയാലൊന്നും നടക്കൂല. മനസ്സിലായില്ലേ? അവരകത്താവുക എന്നല്ലാതെ. ഇതാണ് സംഭവം. SNDP ഒന്നും അങ്ങനത്തെ വർഗീയ സംഘടനയെന്ന് എനിക്ക് അഭിപ്രായമില്ല കേട്ടോ. അവരൊരു സോഷ്യലായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണ ഒരു സംഘടനയാണ്.